പേര് സ്റ്റെഫി ദാസ്. ഞാൻ ചേന്നവേലിയിൽ നിന്ന് വരുന്നു. ഞാൻ 2016 എൻ്റെ മോളുണ്ടായത്. അപ്പോൾ അവൾ ജനിച്ചപ്പോൾ അവളെ കണ്ണിൻ്റെ ഭാഗത്തായിട്ട് ഒരു മറുകുണ്ടായിരുന്നു. ഈ ഭാഗത്തായിട്ടൊരു മറുകുണ്ടായിരുന്നു. ഇതാണ് മറുകുണ്ടായിരുന്നപ്പോൾ ഉള്ള ഫോട്ടോ. അപ്പോൾ ഞങ്ങൾ ഡോക്ടേഴ്സിനെ പലരെയും കൺസൾട്ട് ചെയ്തു. പ്ലാസ്റ്റിക് സർജൻസിനെയും ഒക്കെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും കണ്ണിൻ്റെ ഭാഗത്തായതുകൊണ്ട് എല്ലാവർക്കും മടിയായിരുന്നു സർജറി ചെയ്യാൻ. മാത്രമല്ല നമുക്ക് ബയോപ്സി ചെയ്യുകയും വേണം. കണ്ണിൻ്റെ അടുത്തൊരു മറുകായതുകൊണ്ട് ചെക്ക് ചെയ്യാനായിട്ട് ചെയ്യുകയും വേണം. അങ്ങനെ ഒരുപാട് കൺസൾട്ട് ചെയ്തു. ആരും ചെയ്യാൻ എല്ലാവർക്കും ഒരു മടി. അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ എൻ്റെ ഹസ്ബൻഡ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഡോക്ടർ ലക്ഷ്മി ഇത് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ മാമിനെ കൺസൾട്ട് ചെയ്തു. മാം പറഞ്ഞു, ആദ്യം ഒരു മടി പറഞ്ഞു. പിന്നെ മാം പറഞ്ഞു ചെയ്യാം, കണ്ണിൻ്റെ അവിടെ ആയതുകൊണ്ട് കുറച്ച് റിസ്ക് ഉണ്ട്, എന്നാലും നമുക്ക് ഫസ്റ്റ് ചെയ്ത് സ്കിന്നെടുത്ത് ബയോപ്സി ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ സർജറി സ്റ്റാർട്ട് ചെയ്തു. കണ്ണിൻ്റെ ഭാഗത്തായതുകൊണ്ട് ഒരു സെഷനിൽ തന്നെ തീരില്ല. ഇവളുടെ 2ാമത്തെ വയസ്സിലാണ് നമ്മൾ സർജറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലൈറ്റ് ദ ക്യാൻഡിൽ പ്രെയറാണ് എടുത്തത്. ആ പ്രെയറിലൂടെ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഫസ്റ്റ് സർജറി ചെയ്തു, ബയോപ്സി എടുത്തു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെൺകുട്ടിയല്ലേ, നമുക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ സർജറി ചെയ്തു. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന 3ാമത്തെ സർജറിയിൽ കുറച്ച് റിസ്ക് ഉള്ളൊരു സർജറിയാണ്. മൊത്തം ഞങ്ങൾ 7 സർജറീസ് ചെയ്തു. അതിൽ 2ാമത്തെ സർജറി കുറച്ച് റിസ്ക് ഉള്ള സർജറിയാണ്. കാരണം തലയിൽ കൂടി ഒരു ബലൂൺ ഇട്ട് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മളൊരു നോബ് വെച്ചിട്ട് മരുന്ന് കയറ്റി സ്കിൻ എക്സ്പാൻഡ് ചെയ്ത് ആ സ്കിന്നാണ് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ 2 വയസ്സുള്ള കുട്ടിയാണ്. മാഡം ഞങ്ങളോട് പറഞ്ഞു റിസ്ക് ആണ്, പക്ഷേ ഇതേ നമുക്ക് കണ്ണിൻ്റെ സൈഡ് ആയതുകൊണ്ട് ഇതേ ഒരു മാർഗ്ഗമുള്ളൂ. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒന്ന് 2 വയസ്സുള്ള കുഞ്ഞാകുമ്പോൾ ഒന്ന് വീണ് പോയാൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും, ലൈഫിന് തന്നെ ഒരു ഇഷ്യൂ ഉണ്ടാവും. അപ്പം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെയധികം പ്രാർത്ഥിച്ചാണ് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും പ്രാർത്ഥിച്ച് കുഞ്ഞിനെ നോക്കി. കുഞ്ഞ് തന്നെ സൂക്ഷിക്കുമായിരുന്നു ആ 2 വയസ്സിലും വീഴാതെയൊക്കെ. അതുപോലെ സർജറിക്ക് ശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ച് തൈലം പുരട്ടി സർജറിയൊക്കെ കഴിഞ്ഞു. സർജറിക്ക് ശേഷവും നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചു. സാധാരണ ICUയിലാണ് ഇവളെ കിടത്താറ്. 7 സർജറിക്കും അങ്ങനെയായിരുന്നു. അപ്പോൾ കൂടെ സർജറി കഴിഞ്ഞ് എല്ലാവരും അവരുടെ അനസ്തേഷ്യയുടെ സെഡേഷൻ വിടുമ്പോൾ പെയിൻ ആയിരിക്കും. പക്ഷേ കൊച്ചു അത്ഭുതം എന്ന് പറയട്ടെ, ഓരോ സർജറിക്ക് ശേഷവും അവൾ ഒരു ആക്റ്റീവായിട്ട് തന്നെ ഒരു പ്രാവശ്യം പോലും 7 സർജറി കഴിഞ്ഞിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതമാണ്. ഡോക്ടേഴ്സും അത്ഭുതമായിട്ടാണ് പറയുന്നത്. 7 സർജറി ചെയ്യുമ്പോഴും ഈ കുഞ്ഞ് കരഞ്ഞിട്ടില്ല. സൂചി കൊണ്ടുവന്ന് കണ്ണിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ പോലും ഈ കുഞ്ഞ് കണ്ണും മിഴിച്ചിങ്ങനെ നോക്കിക്കിടക്കും. സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ മാതാവിൻ്റെ വലിയ കൃപ കൊണ്ടാണ് കുഞ്ഞിനെ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് ഈ ജൂലൈയിലാണ് ലാസ്റ്റ് സർജറി നടന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഉള്ള മാർഗ്ഗം മാറി. ഇതായിരുന്നു ആദ്യം ഈ സർജറി ചെയ്ത് ഇങ്ങനെയായി. ഓക്കെ. അതുപോലെ തന്നെ 2020 ഞാൻ കാർഷിക സർവകലാശാലയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. 5 വർഷമായിട്ട് ഞാനവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് നമ്മുടെ കോവിഡും പ്രളയവും ഒക്കെ വന്നത്. അപ്പം ഞങ്ങൾ ഉദ്യോഗസ്ഥരുടെ എല്ലാവരുടെയും ശമ്പളം പകുതിയായിട്ട് വെട്ടിച്ചുരുക്കി. എനിക്ക് 35,000 രൂപേൻ്റെ സാലറി, അതിൻ്റെ നേരെ പകുതിയായി. അപ്പോൾ എനിക്ക് ഭയങ്കര സാലറി ഇല്ല. അപ്പം വേറെ ജോലിക്ക് ട്രൈ ചെയ്യുവാണ്. ഈ കോവിഡ് സമയത്ത് എല്ലാവർക്കും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ കണ്ണൂരായിരുന്നു. കോവിഡ് ആയതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അമ്മയാണ് ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ അമ്മ ഉടമ്പടി എടുത്തു, എൻ്റെ ഈ നിയോഗം വെച്ചു. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഇതുപോലെ അഡ്വർടൈസ്മെൻറ്റിൽ പ്രൈം മിനിസ്റ്ററിൻ്റെ പ്രോജക്റ്റ് ആൻഡ് സ്കീംസ് വിങ്ങിൽ കൺസൾട്ടൻ്റ് എന്ന പോസ്റ്റ് അഡ്വർടൈസ് ചെയ്തത്. 5 വർഷം മുതൽ 10 വർഷം വരെ എക്സ്പീരിയൻസും PhD ആണ് അവർ യോഗ്യത പറഞ്ഞത്. എനിക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസും MSc മാത്രമേ യോഗ്യതയുള്ളൂ. എന്നാൽ പോലും ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഞാൻ അപ്ലൈ ചെയ്ത് 3 മാസമായിട്ടാണ് അതിൻ്റെ ഇൻ്റർവ്യൂസും എക്സാംസും നടന്നത്. 3 എക്സാംസ് ആദ്യം, പിന്നെ 3 ഇൻ്റർവ്യൂസ്. ഏകദേശം 4000-ഓളം പേര് ഓൾ ഓവർ ഇന്ത്യ ഈ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു. ഒരൊറ്റ പോസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 20 പേര് PhD-കാരാണ്.
ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്തതാണ്. മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, എനിക്കിതിന് യോഗ്യതയുണ്ടോ എന്നറിയില്ല, എന്നാലും മാതാവ് എനിക്ക് ഈ ജോലി കിട്ടിയാൽ നല്ലതായിരുന്നു. നമ്മൾ അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുക, നമ്മൾ സ്വപ്നം കാണും, പ്രാർത്ഥിക്കും, മാതാവ് സാധിച്ചു തരും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി നിയോഗങ്ങളിൽ ഇതുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് റിസൾട്ട് വന്നു. എനിക്ക് അതിന് സെലക്ഷൻ കിട്ടി. ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടുത്തെ എൻ്റെ ടീമിലുള്ള ആൾക്കാരെല്ലാവരും വളരെ പ്രായമുള്ള 60-50 വയസ്സുള്ളവരാണ്. അപ്പോൾ അവരെന്നെ കണ്ടിട്ട് പറയും, ഇയാൾ ഇത്രയും ചെറിയ ആൾ കൺസൾട്ടൻറ്റ് പോസ്റ്റിൽ എങ്ങനെ വന്നു? എനിക്ക് തന്നെ അതൊരു അത്ഭുതമാണ്. മാതാവ് എന്നിലൂടെ പ്രവർത്തിച്ചാണ് എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റിയത്. അത് അങ്ങനെയാണ്. അല്ലെങ്കിൽ എനിക്കതിനൊരു കഴിവില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്കത് സാധിച്ചു. അതിനുശേഷം ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2022 ഓഗസ്റ്റ് മാസം. എൻ്റെ ഹസ്ബൻഡ് UK പോകാനായിട്ട് 2 പ്രാവശ്യം ട്രൈ ചെയ്തു ഏജൻസി ത്രൂ. അപ്പോൾ 2 പ്രാവശ്യവും ഫെയിലായി. അപ്പോൾ ഫെയിലായപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഹസ്ബൻഡ് കൊച്ചിൻ ക്യാൻസർ സെൻ്ററിൽ സൈക്കാട്രിക് വിഭാഗത്തിൽ വർക്ക് ചെയ്യാണ്, സോഷ്യൽ വർക്കറാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്കിത് വിടാം, ഇപ്പം തൽക്കാലം 2 ജോലി ഉണ്ടല്ലോ, അപ്പോൾ നമുക്കിത് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും എനിക്ക് ഒരു ഹസ്ബൻഡിനും പുറത്ത് ജോലി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ, എൻ്റെ വീട് ഇവിടെ ആലപ്പുഴയിലാണ്, ഹസ്ബൻഡിൻ്റെ വീട് പാലയിൽ. ഞങ്ങൾ ഇവിടുന്ന് വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോകുന്ന വഴിക്ക് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്, അങ്ങനെ എപ്പോഴും വിളിക്കുന്നതല്ല, ഡിഗ്രിക്ക് കൂടെ പഠിച്ച ഫ്രണ്ട് വിളിക്കുകയും, ഞാനിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, എനിക്കറിയാം, നിൻ്റെ റെഫറൻസിൽ നിന്നെ കൊണ്ടുപോകാം, നീ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്ത് 2-ാം മാസം ഹസ്ബൻഡിന് UK പോകാൻ സാധിച്ചു. അതുപോലെ എൻ്റെ സിസ്റ്റർ BTech ഇൻസ്ട്രുമെൻറ്റേഷൻ ആയിരുന്നു. അവൾ 5 വർഷം ഇവിടെ കേരളത്തിലും ഡൽഹിയിലുമായിട്ട് ജോലി ചെയ്തു. ശമ്പളമൊക്കെ BTechകാർക്ക് വളരെ കുറവാണ് നമുക്കിവിടെ. അപ്പോൾ അവളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാനും എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നു. അവളും ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്ററും അയർലൻഡിലേക്ക് സെയിം പോസ്റ്റിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറായി തന്നെ ജോലിയിൽ പ്രവേശിച്ചു. മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഞാനും UK വിസയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ എനിക്കും പോകാനായിട്ട് സാധിച്ചു. അതുപോലെ ഡൽഹിയിലുള്ള ജോലി കാരണം എനിക്ക് എപ്പോൾ വേണേലും തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാം, ഇന്ത്യയിൽ വന്നാലും. അപ്പോൾ മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് ഡൽഹിയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. അപ്പം ഹിന്ദുവാണ്. പുള്ളിക്കാരിക്ക് കേൾവി ശക്തിയില്ല, ഹിയറിംഗ് എയ്ഡ് വെച്ചാണ് കേൾക്കുന്നത്. അപ്പോൾ 24 വയസ്സ് മുതൽ പുള്ളിക്കാരിക്ക് കല്യാണം ആലോചിക്കുന്നതാണ്. അപ്പം എന്നോട് എപ്പോഴും സങ്കടം പറയുമായിരുന്നു. അപ്പം ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമൊന്നും പറഞ്ഞില്ല, കൃപാസനത്തിൻ്റെ കാര്യം, പ്രാർത്ഥിക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ ഒരുപാട് വിഷമിച്ച് ഇങ്ങനെ പറയുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ലൈറ്റ് ദ ക്യാൻഡിൽ പ്രെയർ ചെയ്യൂ, നമുക്ക് ഒരുമിച്ച് ഇത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി എൻ്റെ കൂടെ എൻ്റെ ഫ്ലാറ്റിൽ വന്ന് കിടക്കാൻ തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും രാവിലെയും വൈകിട്ടും ഒക്കെ. അങ്ങനെ പുള്ളിക്കാരി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ഞാനൊരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ കല്യാണം ഈ വരുന്ന സെപ്റ്റംബർ 13-ാം തീയതി ഫിക്സ് ചെയ്തു. അപ്പം ആ അനുഗ്രഹത്തിന് ഞാൻ മാതാവിനോട് ഒത്തിരി അധികം നന്ദി പറയുന്നു. 24 വയസ്സിൽ കല്യാണം നോക്കാൻ തുടങ്ങിയതാണ്. ഇപ്പം 32 വയസ്സുണ്ട്. 32 വയസ്സിലായപ്പോഴാണ് കല്യാണം റെഡിയായത്. അതും ചെറുക്കൻ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു ചെറുക്കൻ്റെ ഒരു ആലോചനയാണ് വന്നത്. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 24-ാം തിരുവചനമാണ്. അതായത്, പകൽ മേഘത്തണലായി നിൽക്കാനും രാത്രി അഗ്നിസ്തംഭമായി തൻ്റെ ജനതയെ നയിക്കുവാനും ജോർദാൻ നദിയിലൂടെ തൻ്റെ ആശ്രിതരെ മറുകരെ എത്തിക്കുവാനും ജെറീക്കോ കോട്ട കീഴടക്കുവാനുമൊക്കെ താൻ കൂടെയുണ്ടാകും, ഞാൻ കൂടെ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ദൈവം പറയുകയാണ്. ആ ഒരു സംരക്ഷണമാണ് ഉടമ്പടി എടുക്കുമ്പോൾ ഓരോ വ്യക്തികളുടെയും ഓരോ കുടുംബത്തിൻ്റെയും കൂടെ ഇന്നും സഞ്ചരിക്കുന്നത്. അതാണ് നമുക്ക് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ മനസ്സിലാവുക. ഈ മകളുടെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ 7 പ്രാവശ്യമായിട്ടാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്. അതൊരു മറുക്, അത് എങ്ങനെയാണെന്നൊക്കെ നാം കണ്ടു ഫോട്ടോയിൽ. അപ്പോൾ ആ മറുക് ഉള്ളത് മൂലം ഈ കുട്ടിക്ക് വളർന്നു വരുമ്പോൾ പിന്നീട് ബുദ്ധിമുട്ടാകാം എന്നുള്ള ഒരു ചിന്തയിലാണ് പ്ലാസ്റ്റിക് സർജറിക്ക് പോവുക. 3ാമത്തെ ഓപ്പറേഷൻ ഒത്തിരിയേറെ റിസ്ക് ആയിരുന്നു. അത് എങ്ങനെയാണെന്നൊക്കെ നാം വിശദീകരിച്ച് കേട്ടതാണ്.
അങ്ങനെ ഓരോ പ്രാവശ്യവും ഓപ്പറേഷൻ കഴിയുമ്പോൾ കുഞ്ഞ് വളരെ ആക്റ്റീവായിരുന്നു എന്നുള്ളതാണ് നാം കേട്ടത്. അതായത് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഡോക്ടേഴ്സ് പറഞ്ഞു. ആരും തന്നെ റിസ്ക് ആയിട്ടുള്ള ഈ ഒരു ഓപ്പറേഷൻ ഏറ്റെടുക്കാൻ പോലും തയ്യാറല്ലായിരുന്നു. അങ്ങനെയാണ് പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇവരൊരു ഡോക്ടർ ഉണ്ടെന്നറിഞ്ഞ് ഇവർ തന്നെ പോവുകയും ഓപ്പറേഷൻ നടത്തുവാനുള്ള സാധ്യതകളൊക്കെ തെളിയുകയും ചെയ്യുന്നത്. ഇവിടെ വന്ന് ഈ മകളും ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പിന്നീട് ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ, അതായത് 2 പ്രാവശ്യം ഓപ്പറേഷൻ കഴിഞ്ഞു, മൂന്നാമത്തത് റിസ്ക് ആണ്, ഇനി മൂന്നാമത്തെ പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഉടമ്പടി എടുക്കുന്നു, ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു, കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുന്നു. അതൊക്കെയാണ് സിസ്റ്ററിനോട് പറഞ്ഞത്. അങ്ങനെ മകളുടെ ഓരോ ഘട്ടവും വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു. വളരെ സക്സസ്ഫുള്ളായിട്ട് 7 പ്രാവശ്യത്തെയും ഓപ്പറേഷൻ കഴിഞ്ഞ് പൂർണ്ണമായ ആരോഗ്യത്തോടെ തന്നെ മകൾക്ക് മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ തന്നെ ആ കുഞ്ഞിനെ ഇവർക്ക് പരിശുദ്ധ അമ്മ ഇവരുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. പിന്നീട് തനിക്ക് കിട്ടിയ ജോലി ഏകദേശം 4000 പേര് കാൻഡിഡേറ്റ്സ് ആയിട്ടുണ്ട്, ഒരേ ഒരു വേക്കൻസി മാത്രം. അങ്ങനെയുള്ള ആ ജോലി എങ്ങനെയാണ് ഈ മകൾക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം, ഈ മകളുടെ അമ്മയാണ് അപ്പോൾ വന്ന് ഉടമ്പടി എടുത്തതെന്നാണ് പറയുക. ഈ മകൾ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ അങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു. കൊറോണ സമയമാണ്, ജോലി എല്ലാവരുടെയും പോകുന്ന സമയത്താണ് തനിക്ക് ജോലി കിട്ടിയതെന്ന് പറയുന്നു. തൻ്റെ കൂടെ ജോലിക്കുള്ളവർ അവരെന്തുമാത്രം എക്സ്പീരിയൻസ്ഡ് ആണ്, ഏജ്ഡ് ആണ്, ഇതൊക്കെ ഈ മകൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു വേക്കൻസി, അവിടെയാണ് നമുക്ക് അമ്മയുടെ മാധ്യസ്ഥ ശക്തി നമുക്ക് മനസ്സിലാവുക. അതായത് 5000 പേരും 4000 പേരുമൊക്കെ പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂവിൽ എങ്ങനെയാണ് ഒരാൾക്ക്, അതും ഒരു വേക്കൻസി മാത്രമുള്ളപ്പോൾ അമ്മ എങ്ങനെ ഈ മകൾക്ക് ആ ജോലി കരുതലായി കൊടുക്കുന്നു എന്നുള്ളത് നാം പ്രത്യേകം നമുക്കത് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ തൻ്റെ ഹസ്ബൻഡിന് കിട്ടുന്ന ജോലി UK പോകുന്നതിന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ കാര്യമായിട്ടുള്ള പ്രോഗ്രസ് ഒന്നും അതിനുണ്ടായിരുന്നില്ല. പിന്നീട് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു കോള് വരുന്നു. ഒരിക്കലും വിളിക്കാത്ത ഒരാൾ വിളിക്കുകയാണ്, ഒരു ഫ്രണ്ട്. പിന്നീട് അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നു. അതിനു മുമ്പ് 2 ഏജൻസിയെ സമീപിച്ചിരുന്നതെന്നാണ് സിസ്നോട് പറഞ്ഞത്. അപ്പോൾ അവിടെയൊന്നും നടക്കാത്ത കാര്യമാണ്. പിന്നീട് ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അതിനുള്ള മാർഗങ്ങൾ തെളിയുന്നു. ഹസ്ബൻഡ് UK ജോലി ലഭിക്കുകയാണ്. അനിയത്തിയുടെ കാര്യം, അതുപോലെ ഈ മകളുടെ തന്നെ UK വിസ ലഭിക്കുന്നത്. പിന്നീട് 32 വയസ്സുള്ള ഒരു കുട്ടിയുടെ വിവാഹം, അതായത് കുറച്ച് ഹിയറിംഗ് പ്രോബ്ലമൊക്കെയുള്ള ആ കുഞ്ഞ്, എങ്ങനെയാണ് ആ മകളുടെ വിവാഹവും, അതായത് ലൈറ്റ് ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് ഇടുന്നു എന്ന് നാം കേട്ടു. എല്ലാ ദിവസവും ഈ മകളോടൊപ്പം എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. ഈ മകളും അതൊരു നിയോഗമായിട്ട് വയ്ക്കുന്നു. ഞാൻ കൂടെ വന്ന് അനുഗ്രഹിക്കും എന്നുള്ള കർത്താവിൻ്റെ വചനം ഓരോ അവസ്ഥയിലും നമ്മുടെ കൂടെ വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് പൂർണ്ണമായും അന്വർത്ഥമാവുകയാണ്. തിരുവചനം പറയുന്നത് പോലെ തന്നെ പുറപ്പാട് 20:24 പറയുന്ന അതേ വാക്യങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.